സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഇനി ട്രെൻഡിങ് ആകാൻ പോകുന്ന ബിസിനസ്സാണ് വൈറ്റ് ലേബലിംഗ്. ഇതേപോലെ തന്നെയുള്ളൊരു ബിസിനസ് ഐഡിയ ആയിരുന്നു ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പം സോഷ്യൽ മീഡിയയിൽ എന്ന് പറയാൻ കാരണം ഇത് പുറത്ത് ഇത് കളിച്ച് ഇതൊക്കെ സക്സസ് ആയതിന് ശേഷം പിന്നെ ഇതിൽ നിന്ന് അധികം ഒന്നും വരുമാനം ഇല്ല, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ കളിക്കാനൊന്നും ഇല്ല എന്നൊക്കെ ആയതിന് ശേഷമാണ് നാട്ടുകാരിലേക്ക് ഇതൊക്കെ എത്തിക്കണത് സത്യത്തിൽ. കാരണം അന്നേരത്തേന് അത്യാവശ്യം ഇതിൻ്റെ മെയിൻ ഗുരുക്കളെല്ലാവരും ഇതിൻ്റെ കോടികൾ സെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും മിക്ക പ്രൊഡക്ട്സിൻ്റെ. പിന്നെ അതിൽ നിന്ന് നല്ല കഴിവുള്ള നല്ല ഇതിൽ ഫോക്കസ് ചെയ്തുള്ള ആൾക്കാർ കുറച്ചും കൂടി ഇതേപോലെ തന്നെ സെയിൽ നടത്തും. അതിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിലും തുടങ്ങുന്ന 95% ആൾക്കാരും ഫെയിലിയറാണ്. അതിൽ 5% ആൾക്കാർക്ക് സെറ്റ് ആവാറുണ്ട്. പക്ഷേ വൈറ്റ് ലേബലിങ്ങിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഒന്നോ രണ്ടോ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ബ്രാൻഡിൽ റീബ്രാൻഡ് ചെയ്ത് വിൽക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിന് ഇന്ന ക്വാളിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സുഖമായിട്ട് നിങ്ങൾക്കത് റീബ്രാൻഡ് ചെയ്ത് നിങ്ങളുടേതായ ഒരു ബ്രാൻഡിൽ നിങ്ങൾക്കത് വിൽക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയകളുണ്ട്. മറ്റേ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ ഇന്നൊരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു, വർക്കാവുന്നില്ല, നാളെ അടുത്ത പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യും, വർക്കാവുന്നില്ല. ഇതിലൊക്കെ മറ്റേ ആഡിൽ കാശ് പൊക്കോണ്ടിരിക്കുന്നു. കുറച്ച് നാൾ ഓടിക്കും, അത് കഴിയുമ്പോൾ അതങ്ങ് തീരും. ഇതുതന്നെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങുന്ന പലരും ഫേസ് ചെയ്യുന്ന കാര്യം. പക്ഷേ വൈറ്റ് ലേബലിംഗ് പണ്ട് തൊട്ടേ ഉണ്ട്. ഈ പേരൊക്കെ എന്നാണോ ഇങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് പണ്ട് തൊട്ടുള്ള ബിസിനസ് ഐഡിയ ആണ്. ഏതെങ്കിലും ഒരു പ്രീമിയം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങളുടേതായ ബ്രാൻഡിൽ, അത് ഏത് കൺട്രിയിലേക്കാണോ നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൺട്രിയിലെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും അവിടുത്തെ റൂൾസ് വെച്ച് നമ്മൾ പാക്കിങ്ങും എല്ലാം റീഡിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇന്നർ കണ്ടൻറ്റ് സെയിം ആയിരിക്കും. ആ പ്രീമിയം ബ്രാൻഡിൻ്റെയും നമ്മുടെയും സെയിം ആയിരിക്കും. ബ്രാൻഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ഇങ്ങനൊരു ബിസിനസ് ഐഡിയ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണേണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, DM ചെയ്യുക. ഇപ്പം ഞാൻ 1-2 വീഡിയോയ്ക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ DM വരുന്നുണ്ട് ഈ വൈറ്റ് ലേബലിങ്ങിനെ പറ്റി ചോദിച്ച്. അന്നേരമാണ് ഞാൻ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാവും. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് എടുക്കുക, റീബ്രാൻഡ് ചെയ്യുക, സെയിൽ ചെയ്യുക.